സൂപ്രണ്ട് കുളിക്കുക. ആ സത്യശീലനെ കാണാനില്ല. ആ അമ്പിയുടെ കൂടെ വെള്ളത്തിലെങ്ങാനും കളിക്കാൻ പോയതാണോ? അങ്ങനെ തന്നെ അങ്ങ് വെള്ളത്തിൽ വീണ് ചാവട്ട കാലം. എന്നിട്ട് വേണം നമ്മളെല്ലാം കൊലക്കേസിൽ പ്രതികളാവാൻ. ഒന്ന് പോയി നോക്ക്. അയ്യോ, ഞാൻ ഇനി നോക്കാൻ ഒരിടം ബാക്കിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ എന്തായാലും ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ഓപ്പറേഷൻ സക്സസ്. ഡോക്ടറുടെ ചിരി കൊണ്ടാത്തോന്നും ഓപ്പറേഷൻ സക്സസ് ആയ സ്വന്തം കഴിവുകൊണ്ടാണെന്ന്. എന്റെ ഒറ്റ ഒരാളെ നിർബന്ധം കൊണ്ട് മാത്രമാണ് കൊഞ്ചിലുള്ള സത്യനി പണിക്ക് വന്നത്. അഭിനയിച്ച് മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രം മുഴുവനും പയറ്റി. ചുമ്മാതല്ലോ, 5000 രൂപ അങ്ങോട്ട് എണ്ണി തരുന്നല്ലേ. നക്കിത്തരം പറയാതെ ഡോക്ടറെ, മാസം 10,000 രൂപ ശമ്പളം പറ്റുന്ന സർക്കാർ ജീവനക്കാരുടെ ലൈനാ ക്ലിയർ ആക്കി കൊടുത്തത്. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ നീ ഒരുപാട് ഓവറായി. എവിടെയാ ഓവറായത്? ആ ചിന്താമണി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടെത്തുന്ന നിമിഷം മുതൽ ആ സീലേനി കുളവാക്കി. ഓവറാകാതെ ഈ റോള് കൈകാര്യം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാ സച്ചി. ഞാനൊരു പുരുഷനല്ലേ, പെര നിറഞ്ഞിരിക്കുന്ന 4 പെണ്ണുങ്ങളുടെ ഞാൻ സംയമനം പാലിക്കണ്ടേ? 4 പെണ്ണുങ്ങളോ? 5 ഇല്ലേ? 1 കിളവിയല്ലേ? എടോ, എന്റെ ചിന്തയെ പറ്റി ഞാൻ ആവശ്യപ്പെടുത്താനുണ്ടല്ലോ. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? എന്നാ ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞാ എന്ത് ചെയ്യും? ഡോക്ടറെ, സത്യൻ ഒരു തമാശ പറഞ്ഞല്ലേ. സത്യം ഇരിക്കേ. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തവൻ. ആരാടോ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവൻ? ഞാൻ പറഞ്ഞില്ലേ, കാര്യം കഴിഞ്ഞാൽ ഇയാൾ പുറകാലോട് ചവിട്ടിറിയൊന്ന്. ഇയാളെ മനഃശാസ്ത്രജ്ഞന്റെ മനസ്സിന്റെ സാധനം ഇയാൾക്കില്ല. കണക്കായി പോയി. കണക്കിൽ പുസ്തകം ഇത് വലിയ പുലിയാണല്ലോ. ഈ കാശ് കൊടുത്ത് പറഞ്ഞു വിടെ. പിടി. 5000 രൂപ ഉണ്ടല്ലോ. ഉണ്ട്. വരട്ടെ. ബൈ. ഈ വേഷത്തിലാണോ പോകാൻ പോകുന്നത്? ഈ വേഷം കൊണ്ട് ഇനിയും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? സ്റ്റാൻഡേർഡ് ഉള്ള പാർട്ടീസ്. കൊച്ചുവെളുപ്പംകാലത്തെ തുടങ്ങിയതാണല്ലേ ഈ വായന. എന്താ കേസ്? ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു മായാനാരായണന്റെ കേസിനെ പറ്റി. നാളെ വാദം. ഓ, തോണിയാണല്ലേ മറുഭാഗത്ത്. ചുമ്മാതല്ല ഉറക്കൊളച്ചിരുന്നൊരു പഠിത്തം. ഈ കേസ് ഞാൻ നേടും. അയാൾക്കോ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാ കഴിഞ്ഞ 3-4 പോസ്റ്റിംഗിൽ ഹാജരാകാതെ അവധിക്ക് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ എന്തെങ്കിലും തരികട കാണിക്കാതിരിക്കില്ല. ഹലോ. ആ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? വിളിക്കണോ? ശരി, ഞാൻ പറഞ്ഞേക്കാം. നേരത്തെ ഞാൻ പറഞ്ഞത് എന്തായി? നാളത്തെ കേസ് ഞാൻ പെർഫോം ചെയ്യാതിരിക്കാൻ അയാൾ എന്തെങ്കിലും ചീപ്നെസ് കാണിക്കുമെന്ന്. എന്റെ കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞ് എന്നെ മാനസികമായി തളർത്താനാ. ഒരു കേസ് ജയിക്കാൻ സ്വന്തം കുഞ്ഞ് മരിച്ചു എന്ന് പറയാൻ പോലും മടിക്കാത്ത നീചനാണ് അയാള്. ഇനി ഫോൺ വന്നാ പറഞ്ഞേക്ക് വിവരം അറിഞ്ഞ് ഞാൻ ബോധം കെട്ട് കിടക്കാണെന്ന്. That's all, Your Honor. ഈ കേസിന്റെ വിധി പ്രസ്താവിക്കാൻ കോടതി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടുന്നതാണ്. ഞാൻ കാത്തിരുന്ന എന്റെ വിജയത്തിന്റെ സന്തോഷത്തിന് ഇന്ന് മധ്യാഹ്നത്തേക്ക് മേലെ ഫോൺ ചുമ്മാ ഇരുന്നതേ ഇല്ല. എത്ര പേരെ വക്കീലിനെ വിളിച്ച് കൺഗ്രാലേറ്റ് ചെയ്തത്. ഫോൺ അറ്റൻഡ് ചെയ്ത് എന്റെ കാതേ പോച്ചു. എനിക്കൊരു വിഷമേ ഉള്ളൂ. വിധി കേൾക്കാൻ അയാൾ കോടതിയിൽ ഇല്ലാതെ പോയി. തോൽക്കുമെന്ന് ഉറപ്പായിരുന്നത് കൊണ്ട് ഇന്ന് അയാളുടെ ജൂനിയറെ ഹാജരായത്. നാൻസിയുടെ വാശി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അത് ശരിയാ, പെണ്ണായാൽ ഇങ്ങനെ വേണം. പക്ഷേ വക്കീലിന് അയാളുടെ തോറ്റ മുഖത്തിന്റെ ആ ചമ്മിയ ഷെയ്പ്പ് കാണാൻ ഒത്തില്ലല്ലോ. ദൈവം ഒരാൾക്ക് എല്ലാം കൂടെ കൊടുക്കത്തില്ലെന്ന് പറയുന്നത് ഉള്ളതാണേ. ഇത് നാൻസിക്കുള്ളാണെന്ന് തോന്നുന്നു. ഇനി അഭിനന്ദനങ്ങൾക്ക് നേരിട്ട് തന്നെ മറുപടി പറഞ്ഞാൽ മതി. ഹലോ, അഡ്വക്കേറ്റ് നാൻസി ജോസഫ് ഹിയർ. ടോണിയ. അയാളാ പ്രതിഭാഗം വക്കീല്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. വിധി പറയുമ്പോൾ നാൻസിയുടെ ആഹ്ലാദം നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവിടെ വരാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. എന്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അല്പം തിരക്കിലാണ്. സോറി. 1 minute please. കേസ് കഴിഞ്ഞ് അറിയിക്കാമെന്ന് കരുതി മനഃപൂർവ്വം പറയാതിരുന്നതാ. നമ്മുടെ മോള് കഴിഞ്ഞ 3 ദിവസമായി ഹോസ്പിറ്റലിലാണ്. നാളെ അവളുടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുക. Nancy?
മോളെന്തിയത്തുണ്ട് ആരും കേറരുതെന്നാ പറഞ്ഞിരിക്കുന്നേ. എനിക്ക് എന്റെ മോളെ കാണണം. നീ സമാധാനായിട്ട് ഇരിക്കും മോളെ. ഡോക്ടർ ഒന്ന് വന്നോട്ടെ. എനിക്കിപ്പൊ തന്നെ അവളെ കാണണം. കരയണ്ട, കർത്താവ് നമ്മുടെ മോൾക്കൊന്നും വരുത്തത്തില്ല. യാത്ര പറയണ്ട. ഒരമ്മയ്ക്കും സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ വാശിയും വൈരാഗ്യവും അധികം നാൾ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന് എനിക്കറിയാം. സമയമുള്ളപ്പോ മോളെയും കൂട്ടി വരണം. ആ പെട്ടിക്ക് തരൂ. പോവല്ലേ? എന്താ നീയോ? ഞാൻ കൊറേ നേരെ പാടുപെടുന്നു. ഇനി നീ ഒന്ന് അഴിക്ക്. ആരുടെ ഈ സമ്മാനം? അത് ആ ആരാധകൻ അയച്ചതാ. അപ്പൊ ഘനായിട്ടെന്തെങ്കിലും കാണും. ചേടാ, ഇതെന്തുവാ? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ തീരുന്നില്ലല്ലോ. ഈ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്ക് ബിനോയ് വിശ്വം. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന് ഇയാൾ എങ്ങനെ അറിഞ്ഞു? ഞാനും അത് ആലോചിക്കുന്നേ. ദേ അഭ്യാസം കാണിക്കല്ലേ മോളെ. നീ പറയാതെ ബിനോയ് വിശ്വം അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല ഭാഗ്യം, എന്റെ ചെലങ്കിയാണ് സത്യം. പെണ്ണിന്റെ മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ? അപ്പോ ബിനോയ് വിശ്വം നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടുന്നോ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെറും ആരാധനയാണെന്ന് കരുതി തള്ളിക്കളയാൻ പറ്റില്ല. അയാള് നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നീ അയാളെ. ഭാഗ്യം എന്തായി പറയുന്നത്? പരമാർത്ഥം. നിനക്ക് ഉടനെ സമ്മതിച്ചു തരാൻ പ്രയാസം കാണും. പുരുഷ വിദ്വേഷത്തിന്റെ മുഖം മൂടി അത്ര പെട്ടെന്ന് ഊരി മാറ്റാൻ പറ്റില്ലല്ലോ. നിന്റെ അച്ഛൻ മുൻകൈ എടുത്ത് നിനക്കൊരു വിവാഹം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ബിനോയ് നിന്നെ ഇഷ്ടപ്പെടുന്നെങ്കിലും. ഇനി അയാളെ വിളിക്കുകയാണെങ്കിൽ കക്ഷിയുടെ ബയോഡേറ്റയ്ക്ക് ഒന്ന് അന്വേഷിച്ച് വെക്കണം. വലിയ അനക്കേടൊന്നില്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എന്നെ പറ്റി എന്തൊക്കെയാണ് വസന്തയുടെ കൂട്ടുകാർക്ക് അറിയേണ്ടത്? ഞാൻ തന്നെ എന്നെ പറ്റി പറയുമ്പോ അതിലൊരു അല്പ അഭംഗി ഉണ്ടാകും. എന്നാലും പറയാം, ലോക്കൽക്കാരിന്റെ ആഗ്രഹമല്ലേ. പേരറിയാലോ. ജോലി ബിസിനസ്. ബിസിനസ് എന്ന് പറയുമ്പോ എക്സ്പോർട്ടിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ്. ഈട്ടിയിലും ചന്ദനത്തിലും കറഞ്ഞെടുത്ത ആനകൾ, കേരളീയ സ്ത്രീരൂപങ്ങൾ, ചുണ്ടൻ വെള്ളം, ഇവയൊക്കെ വിദേശത്തേക്ക് അയച്ചേക്കുന്ന ചെറിയൊരു ഏർപ്പാട്. സിഗരറ്റ് ഇവിടെ. ഓ സോറി. പിന്നെ മിക്കവാറും ടൂറിലായിരിക്കും. കൽക്കട്ടയിൽ സ്വന്തമായൊരു ഫ്ലാറ്റ് ഉണ്ട്. ജനിച്ചതും വളർന്നതും ഒറ്റപ്പാലത്തിനടുത്തുള്ള ഓങ്ങല്ലൂർ. ഞാനൊരു സെൽഫ് മെയ്ഡ് മാനാണ്. എന്റെ വളർച്ചയിൽ ആർക്കും ഒന്നും അവകാശപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ വസുന്ധരയുടെ പ്രാരാബ്ധങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എനിക്ക് ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യവുമില്ല. എന്നെ സ്വീകരിച്ചു എന്ന് കരുതി വസുന്ധരയുടെ അഭിരുചികളൊന്നും സറണ്ടർ ചെയ്യേണ്ടി വരില്ല. പ്രോമിസ്. വരട്ടെ. നിങ്ങളൊക്കെ എന്നെ പറ്റി എന്നെ നനച്ചിരിക്കുന്നത്? ഇഷ്ടപ്പെട്ടവരെ തമ്മി അകത്തി നിർത്താൻ അവളോ ഹൃദയമില്ലാത്തോളല്ല ഞാൻ. അല്ല, വസുന്ധരയുടെ വീട്ടിലെ അവസ്ഥ ചേച്ചിക്ക് അറിയാലോ. അതുകൊണ്ട് അവളുടെ വീടുമായി ബന്ധപ്പെടുത്താതെ നമ്മളെ പെണ്ണുങ്ങൾ ചേർന്ന് തന്നെ ഈ കാര്യം നടത്തണം. അങ്ങ് നടത്തിക്കോ. പക്ഷെ സദ്യക്ക് വിളമ്പുമ്പോ എനിക്കുള്ള ഇല കുറച്ചിട്ടാ മതി. അയ്യടാ. പോസ്റ്റിന്റെ എതിർപ്പ് നിങ്ങൾ കാര്യമാക്കണ്ട. അവിടെ മനസ്സ് മാറും, എനിക്ക് ഉറപ്പാ. എന്നാ ബിനോയ് വരാൻ പറയട്ടെ ചേച്ചി. വരട്ടും. ആന അവൻകിട്ട പേശറതൊക്കെ നമ്മ ഭാഗത്തുനിന്ന് പുരുഷന്മാരാരാത് വേണ്ടേ ഭാഗ്യം. എന്തായാലും നാൻസിയെയും ടോണിയെയും വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ കൊഞ്ചം പക്വതയുള്ളവരാരാത് വേണ്ട അമ്മ.
സൂപ്രണ്ട് പറഞ്ഞ ന്യായോ? നമുക്ക് ആ ഡോക്ടറെ വിളിച്ചാലോ? കൂപ്പിട്ട വരുമാ?